ഹലോ ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇന്നലെ ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇഡ്ഡലിക്കുള്ള മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കുഴപ്പമൊന്നും കണ്ടില്ല, നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടി എന്തായാലും. അപ്പോൾ ഉപ്പിട്ടിട്ട് കാക മൊത്തത്തിൽ കലക്കുകയാണ്. അപ്പോൾ വേഗം ഇഡ്ഡലിയും ദോശക്കുള്ള ചമ്മന്തിയും ശരിയാക്കി കഴിച്ചിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ട് വേണം അമ്പലത്തേക്ക് പോകണമെങ്കിൽ 9:30 ചെല്ലണം. പൊങ്കാലയുണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ. പൊങ്കുളങ്ങര അമ്പലത്തിൽ പ്രതിഷ്ഠാദിനാണ്. അതിന് വേഗം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുട്ടെല്ലാം ദേഷ്യത്തും എഞ്ചിട്ടില്ല. ചേട്ടൻ 7 മണിയാകുമ്പോൾ സൈക്കിൾ ചവിട്ടാൻ പോയി. ചായക്കുള്ള വെള്ളം വെച്ച് സബോളയും തക്കാളിയും കൂടി വേഗം പാട്ടുള്ള രീതിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇഡ്ഡലി ഇറക്കി വെച്ചു. അപ്പോൾ ഇഡ്ഡലി ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാറിയപ്പോൾ വേഗം ഡിഷിലേക്ക് മാറ്റി. അതുകൊണ്ട് കുറച്ച് പാത്രമുള്ളത് അപ്പനെ മൂടി വെച്ചു. ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണമല്ലോ, അത് കാരണം ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു. വേഗം അമ്പലത്തേക്ക് ചെന്നു. തൊഴിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പൊങ്കാലയ്ക്കുള്ള അടുപ്പൊക്കെ ശരിയാക്കി വെക്കുകയാണ്. കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ വേഗം വെച്ച് കഴിഞ്ഞു. അരിയൊക്കെ കഴുകി ഇട്ടു. അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് പുറത്തേക്ക് വരേണ്ടതായിരുന്നു, പക്ഷേ അതിന് മുന്നേ ശർക്കരയല്ല നാളികേരം ഇട്ടുക. അപ്പോൾ പിന്നെ ശർക്കര ഇട്ടു. പിന്നെ തിളച്ച് പുറത്തേക്ക് വരാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇടൽ കഴിഞ്ഞു. വേഗം നന്നായി കുറുക്കി എടുത്തുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായി തിളച്ച് പുറത്തേക്ക് പൊന്തി വന്നു. അപ്പോൾ പൊങ്കാല ഇടൽ കഴിഞ്ഞ് നന്നായി കുറുകി വന്നു, കുഴപ്പമില്ലാണ്ട്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. വീണ്ടും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു അമ്പലത്തിൽ നിന്ന്. അതിന് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോൾ ചായയൊക്കെ കുടിച്ച് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അപ്പോൾ അമ്പലത്തേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അമ്പലം അടുത്ത് തന്നെയാണ്. അപ്പോൾ തൊഴിൽ കഴിഞ്ഞിട്ട് ദേശത്തിൻ്റെ കുറുമ്പുകളാണ്. അത് കണ്ട് ദേശത്ത് ഒതുങ്ങിയിരുന്നു എൻ്റെ വീഡിയോ എടുത്ത് തരികയാണ്. കുഞ്ഞോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ദേശത്തും ചേട്ടനും കൂടി പുറത്തേക്ക് പോയി, അമ്പലത്തേക്ക് പോയി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വേറെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബായ്.